വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ഡിഷ് ഉണ്ടാക്കാനാണ് വന്നത്? ജപ്പാൻ ചിക്കൻ. എന്താണ്? ജപ്പാൻ ചിക്കൻ അല്ലേ? പുറത്ത് നല്ല മഴയുണ്ട്, അപ്പം നല്ല തണുത്ത കാലാവസ്ഥയിലിരിക്കുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കണം. പക്ഷേ പെട്ടെന്ന് തീരണം, മടി അല്ലേ? നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഷോർട്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ജപ്പാൻ ചിക്കൻ. ജപ്പാൻ ചിക്കൻ ആരുടെ ഫേവറേറ്റ് ഡിഷാണ്? നയൻതാര. മനുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ട്രസ് ആരാ? നയൻതാര. അപ്പൊ നമ്മൾ എന്താ വിചാരിച്ചു? നയൻതാരയുടെ അത്രയും വലിയ ഫേവറേറ്റ് ഡിഷായ ജപ്പാൻ ചിക്കൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കണ്ടു, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇല്ലേ? ഭയങ്കര റിവ്യൂ ഉണ്ട്. തമിഴ്നാട്ടിൽ അത് സെപ്പറേറ്റ് ഒരുപാട് സ്ഥലത്ത് കിട്ടുമെന്ന് കേട്ടു. ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് റെസിപ്പീസ് മാത്രം കണ്ടു. ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് റെഡിയാണോ? അപ്പൊ നമുക്ക് ഓക്കേ. അപ്പം ജപ്പാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ബാറ്റർ മിക്സ് ചെയ്യണം. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. എങ്ങനെയാ? ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മളിതില് എന്താ പറയാ, മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് മൈദ എടുക്കാം. ഇതിന് പറ്റിയ ബാറ്റർ മിക്സ് ചെയ്യണ്ടേ? അത് നമ്മൾ ആദ്യം മൈദ എടുക്കാം. കണ്ടോ നമ്മൾ എന്തൊക്കെയാ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് അറിയോ? മൈദ, കോൺഫ്ലവർ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. നമ്മൾ മൈദ ഇട്ടില്ലേ? ഇനി നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ. യെസ്. മല്ലിയില വേണോ? മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇടാം, ഡെക്കറേഷൻ. അപ്പം നമുക്ക് അടുത്തത് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടും ഒരേ അളവിൽ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പം നമുക്ക് എത്ര കോൺഫ്ലവർ എടുക്കണം? നമ്മൾ മൈദ എടുത്തില്ലേ, അതേ മെഷർമെന്റിന് തന്നെ എടുക്കാം. ഓക്കെ, എടുത്തില്ലേ? ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ. 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 ഇനി നമുക്ക് ടേസ്റ്റ് ഏറ്റവും നന്നായിട്ട് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഉപ്പിടണം. ഉപ്പ് കൂടിപ്പോയാ ടേസ്റ്റ് പോകും. ഉപ്പ് കറക്റ്റ് ഇടണം. ഉപ്പിട്ടു. ഇനി ഇത് നമുക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ആവണ്ടേ? ഒരു ബാറ്റർ പോലെ നമുക്ക് ചിക്കനിലൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ലേ, അപ്പൊ അതിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ഫുൾ വെള്ളം ഒഴിക്കണോ? അല്ല, നമുക്കിത് നമ്മളിപ്പോ ഓരോ ചിക്കൻ എടുക്കത്തില്ലേ, നമ്മുടെ ചിക്കൻ്റെ അളവ് പോലെ കണക്കാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു ബാറ്റർ പോലും, ഒരു മാവ് പോലെ കിട്ടണം മക്കളെ, കട്ടിക്ക് കിട്ടണം. ഒരുപാട് വെള്ളം കണക്കും ആവരുത്, ഒരുപാട് ലിക്വിഡ് പോലെ ആവരുത്. കാരണം ചിക്കനിൽ അത് പെരണ്ടിരിക്കണ്ടേ. ഇതാണ്ടോ, ഈ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് മതിയോ? ഉപ്പ് മതി കേട്ടോ. എന്താ, നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ. നമ്മുടെ കയ്യിൽ എത്ര ചിക്കൻ ഉണ്ട്? നമുക്കിപ്പോൾ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട്. പോരെ? മെനുവിന് കഴിക്കാൻ കിട്ടിയാ പോരെ? ബോൺലെസ് ആണ് നല്ലത്. ബട്ട് വി ഹാവ് ബോൺ ഉള്ളതും ബോൺലെസ്സും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനിങ്ങനെ മിക്സ് ചെയ്യണം. നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിനെന്താ ചെയ്യുക, ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ. 10 മിനിറ്റ്സ് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. 10 minutes later. നമുക്ക് ഒത്തിരി ഓയിലൊന്നും ഒഴിക്കണ്ട, നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒഴിക്കാം. ഓക്കെ. ഒത്തിരി ഓയിലൊക്കെ നിങ്ങൾക്ക് ഒഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഓയിൽ വേസ്റ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് അതിലിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ചിക്കൻ ഇടാം. അപ്പം നല്ല ചൂട് എന്താ പറയുക, ജപ്പാൻ ചിക്കനും ഒരു സുലൈമാനിയും
മഴയും ഇവിടെ ഇരുന്ന് ആസ്വദിച്ചാലോ? എപ്പോഴും നമ്മൾ എന്താ പറയാ, എന്താ സുലൈമാനിയും പരിപ്പോടെയും കൂടിയാണ് നമ്മൾ മഴയത്. ഓഹോ. ഇപ്പൊ നമുക്ക് എന്താ ജപ്പാൻ ചിക്കനും സുലൈമാനി. സുലൈമാനി. ആഹാ, മഴ എന്തുരന്തസ്. സ്പൂൺ ഇടാൻ ഇട്ടിട്ട് സ്പൂൺ മാറ്റി വെച്ച് കൈ കൊണ്ടിട്ടു. കൈ കൊണ്ടിട്ട് നമുക്കേ 2 ട്രിപ്പായിട്ട് ഇടാം. ആദ്യം ഇത്രയും ചിക്കൻ പൊരിച്ചെടുത്തിട്ട് നമുക്ക് അടുത്തത് കുറച്ച് കഴിഞ്ഞിടാം. എന്ത് പറയുന്നു അനു? ഓക്കേ. മതിയോ? അപ്പൊ ഇത് ഇത്രയും ഫ്രൈ ആവട്ടെ, എന്നിട്ട് അടുത്തത് നമുക്ക് കുറച്ച് കഴിഞ്ഞിടാം. ഓക്കെ, ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഗാർലിക്, ആ, കാഷ്നട്ട് പൗഡർ, മിൽക്ക്, ഗ്രീൻ ചില്ലി, ഗ്രീൻ ചില്ലി, ഐ ഡോണ്ട് നോ, ബട്ടർ. അപ്പൊ നമുക്ക് ആദ്യം ഗാർലിക് ചോപ്പ് ചെയ്യാം. G4 ഗാർലിക്. ഓക്കെ, ഗാർലിക് നമ്മള് ചതച്ചത് ഇടരുത്, കുഞ്ഞായിട്ട് അരിഞ്ഞത് വേണം ഇടാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗാർലിക് ചോപ്പ് ചെയ്യാം. എങ്ങനെ ചോപ്പ് ചെയ്യണം മഞ്ഞു? സ്മോൾ സ്മോൾ പീസ് ആക്കിയിട്ട്. ഓക്കെ, ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ലാലയൊക്കെ ഇങ്ങനെ 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 അറിയും. എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ അറിയാൻ. മാക്സിമം സ്മോൾ ആക്കാം. നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ള മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞ് വെച്ച് കളയാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെക്കാൻ മഞ്ഞു. നമുക്ക് ലാസ്റ്റ് പ്രോസസ്സിന്റെ എന്താ ഉണ്ടാക്കേണ്ടത്? സോസ്. ഓക്കെ, ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ ഇടാം. ഏത് ബട്ടർ വേണോ ഉപയോഗിക്കാം, പക്ഷെ ഞാൻ കുക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അൺസാൾട്ടഡ് ബട്ടർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് അൺസാൾട്ടഡ് ബട്ടർ ഇടാം. കുറച്ചിട്ടാ മതി, എത്രണ്ണം എന്നൊന്നുമല്ല. നമുക്കിത് സോർട്ട് ചെയ്തെടുക്കണ്ടേ വാവേ, അതിന് വേണ്ടിയുള്ള ഒരു ഗീ വരണ്ടേ. അത്ര ഇടണോ? അത്ര ഇടണം. നമ്മുടെ കുഞ്ഞു സ്പൂൺ, നമ്മുടെ കുഞ്ഞു സ്പൂൺ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഗാർലിക് ഇട്ട് കൊടുക്കാം. മമ്മ ഗാർലിക് ഇട്ട് തട്ടെ. ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക് നമ്മളിട്ടു. അപ്പൊ നമുക്ക് ഇത് ഈ ഗ്രീൻ ചില്ലി സ്മോൾ ആക്കണ്ടേ? സ്മോൾ ആക്കണോ മനുവിന്? അല്ല, നമുക്ക് ശരി മമ്മ സ്മോൾ ആക്കി തരാം. നമുക്ക് ഇതാ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സോർട്ട് ചെയ്തോ. ഇങ്ങനൊരു കാര്യം മമ്മ പറയട്ടെ, ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മിൽക്ക് എടുക്കാവോ? ഓക്കേ, നമുക്ക് മിൽക്ക് ഒഴിക്കാം. ഇപ്പൊ ഒരു മണം വന്നില്ലേ? മിൽക്കിന്റെ കളർ മാറി. അത് നമ്മുടെ ഈ ബട്ടറിന്റെയും ഈ ഗാർലിക്കും ഒക്കെ ഇടന്നില്ലേ, അതിൻ്റെതാ. ഗ്രീൻ ചില്ലിയും മിൽക്കും ഇട്ട കളർ മാറുമോ? എന്ത് ചെയ്യണമെന്നറിയാവോ? നമുക്കിതിലോട്ട് കാഷ്നട്ട് പൗഡർ ഇടണം. എത്ര കാഷ്നട്ട് വേണം? കുറച്ച്, നമ്മുടെ ഒരു അളവിനനുസരിച്ച് എടുക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ഇതിന് ഒരു കൈപ്പിടി എടുത്താലും മതി. ഓക്കെ, ഇട്ടോ. മിക്സ് ചെയ്തോട്ടാ. മിക്സ് ചെയ്തോ. പുറത്തോട്ട് തെളിക്കരുത്, കട്ട കട്ട കിടക്കരുത്. ഓക്കെ ഓക്കെ. ഇനി ഈ മസാലയിൽ ഇച്ചിരി ഉപ്പ് വേണ്ടേ? അതിനു വേണ്ടി ഇച്ചിരി ഉപ്പ് നമുക്ക് ഇടാം. ഓക്കെ,
ഇനി ചിക്കൻ ഇടുന്നതിന് മുന്നേ ഒരു സീക്രട്ടിങ് റെസിപ്പി പറയട്ടെ. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. വാട്ട്? നമ്മൾ എന്ത് ചെയ്താലും ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്കിതിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളെ ഇരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇടാം. ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ. അപ്പൊ ക്രീമി ആവോ? അതിനി സോക്കായി ക്രീമി കുക്കായി ക്രീമി ആവും. ഇതിൽ കിടന്ന് ഒന്നെല്ലാ ചിക്കനുമായിട്ടൊന്ന് മിക്സ് ആയിട്ട്. ഓ, ഇനി വേണമായിരുന്നു ഈ ക്രീമി അതുള്ളൂ. അതൊന്നും വേണ്ട, ഇനി ഇതിൽ കിടന്നങ്ങ് ഇതാവും. പക്ഷെ യൂഷ്വലി അതിൽ കണ്ടപ്പോ വൈറ്റ് ആയിരുന്നല്ലോ. ലാസ്റ്റ് ആവട്ടെ. ഇപ്പം ലിക്വിഡ് പോലെയല്ലേ കിടക്കുന്നത്. നമ്മള് ഫസ്റ്റ് ടൈം ഫ്ലോപ്പ് ആവോ? അതെന്താ എക്സ്പ്രഷനാ? ഫ്ലോപ്പ് ഒന്നും ആവൂല, നീ നോക്കാം. ഒന്ന് കുക്കാവട്ടെ ഇതിരുന്ന് കേട്ടോ. ഇതിന്റെ മീതെ കുറച്ച് മല്ലിയില ഇടാം. ഇത് വെച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ള വേറൊരു പ്ലേറ്റിലോട്ടാക്കില്ലേ, അപ്പം അതിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇടാം. വാവ്, ഞാൻ വിചാരിച്ചില്ല, നല്ല ക്രീമി ആയിട്ടുണ്ട്. അത് ഈ കാണുന്ന പോലെ. നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ്, കാരണം ഇത്രയും മതി. നമുക്കിത് ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞങ്ങൾ കഴിക്കാൻ പോവാം, കാരണം ഇരുന്ന് ഇത് കുറച്ചും കൂടെ അങ്ങ് ഡ്രൈ ആവും. കാരണം ഇപ്പൊ തന്നെ ഫുൾ അങ്ങ് ഇതായി. നിങ്ങൾ കുറച്ച് സോസൊക്കെ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് നേരം കൂടെയൊക്കെ ഇരിക്കും. പാപ്പി ഇത് എന്ത് ചിക്കനാന്ന് അറിയാവോ? എന്ത് ചിക്കനാ? കോഴി. കോഴിന്നല്ല, ഈ ചിക്കന്റെ പേരെന്തെന്നറിയാവോ? ജപ്പാൻ ചിക്കൻ. എന്താണ്? കഴിച്ചേരാ കഴിക്കാം. പാപ്പിക്ക് നയൻതാര അറിയോ? നയൻതാരയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണിത്, ജപ്പാൻ ചിക്കൻ. തമിഴ്നാട്ടിലുള്ള ഒരു ഷെഫാണ് ഇത് കണ്ടുപിടിച്ചത്. ഈറോഡിലുള്ള ഒരു ഷെഫാണ് ഇത് കണ്ടുപിടിച്ചത്. നല്ലതാട്ടോ. എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പാവാൻ തോന്നി. നിനക്കോ? ഞാൻ കഴിച്ചില്ല. കഴിച്ചിട്ട് വരാം. നിങ്ങളിത് കഴിച്ച് തീർത്തിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലേ മനു? അതിന്റെ പറഞ്ഞേ. So if you like our channel or if it's useful for you, give some love and some like and subscribe. And don't forget to be awesome and stay safe. Bye bye. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ്, ഇത് ചെറിയൊരു ഡിഷ് അല്ലേ, ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ Like, subscribe. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വയ്ക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.